അങ്ങനെയുള്ള. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ എല്ലാം നേടി വന്ന ഒരു കുട്ടി എല്ലാം കണ്ട് വളരെ തുച്ഛമായ ജീവിതത്തിൽ നിന്ന് പിടിച്ച് പഠിച്ച് നേടി വന്നതാണ്. അതെല്ലാം നേടിയിട്ട് ഇങ്ങനെ ഒരു ആൾക്ക് വേണ്ടി അല്ലെ ആരൊക്കെയോ ചെയ്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത്, ഒരു പെണ്ണിനും. അങ്ങനെ മരിക്കാൻ തോന്നുമ്പോൾ അവനവനെ സ്നേഹിക്കാൻ പാകത്തിലാകണം ഇനി പെണ്ണുങ്ങൾ, ഇനി ഏത് സ്ത്രീയും. അതായത് ഈ ഭർത്താവിന് വേണ്ടി മരിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നത് മാറിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് പെണ്ണുങ്ങൾ മാറണം. അപ്പോൾ അതിന് വേണ്ട നീതി അവൾക്ക് കിട്ടണം. അവൾക്ക് ആ നീതി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പം ഈ ദുഷ്ടന്മാർക്കൊരു തോന്നൽ വരും, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞാൻ അകത്താകുന്നു, അവരും വഹിക്കും, പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറും. അപ്പോൾ ഇതൊരു എന്താ പറയുക, സമൂഹത്തിന് തന്നെ ഒരു നല്ല സന്ദേശം ആകണം. എന്തായാലും അവൾ മരിച്ചു, പക്ഷെ അവൾക്ക് നീതി കിട്ടുന്നത് സമൂഹത്തിലൊരു നല്ല സന്ദേശമായി മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ കമന്റുകൾ വരുമ്പോൾ പലപ്പോഴും വരാറുണ്ട്, ഈ അച്ഛൻ്റെ അനാസ്ഥയാണ് അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അനാസ്ഥയാണ്, ഇവരോട് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും അച്ഛനായാലും അമ്മയായാലും ഒരു മകളെ കെട്ടിച്ച ഒരു ദിവസം മകൾ സന്തോഷമായിട്ടിരിക്കുന്നു, പിറ്റേന്ന് ദുഃഖം വരുന്നു, പിന്നെ അടുത്ത ദിവസം മകൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ചിന്തിക്കുക? അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടെന്നുള്ളൂ. നമ്മൾ ഇടപെട്ട് കുളമാക്കണ്ടെന്നേ ചിന്തിക്കത്തുള്ളൂ. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, 2 പെൺകുട്ടികളിലൂടെ ജനിച്ചിരിക്കുന്നു, വളരെ നല്ല വീട്ടിൽ. അപ്പം അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ വയസ്സായിരിക്കുക. പ്രശ്നങ്ങൾ അല്പം സ്നേഹം കൊണ്ടോ ഒക്കെ മാറ്റാം എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇത് ഞാൻ പരിഹരിച്ചോളാം, എനിക്ക് ചെയ്യാവുന്ന വിഷയങ്ങളേ ഉള്ളൂ എന്ന് എൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇടപെടണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവളുടെ അച്ഛനോടും ഉള്ള ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു, ഞാൻ സഹിക്കാമെന്നല്ല, അതൊക്കെ മാനേജ് ചെയ്ത് പോകും പപ്പ എന്ന് പറയുന്നൊരു കുട്ടിയാണ് അവൾ. അപ്പോൾ അച്ഛൻ ദൂരെ നിൽക്കുകയാണ്. ഈ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായതൊക്കെ അവൾ പരിഹരിച്ചു. പക്ഷേ ഈ 2 ദിവസം ഉണ്ടായത് ആരോടും പറയാൻ പറ്റാതെ തന്നെ, പരിഹരിക്കപ്പെടാതെ തന്നെ പോയത്. ഇതിനൊന്നും അച്ഛനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഫോൺ ബന്ധമില്ല, ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒരു മെസ്സേജും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛൻ എങ്ങനെ അറിയും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്? കാരണം കല്യാണം വരെയും അവിടെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൾ സന്തോഷമായിട്ട് ആ കല്യാണത്തിനുമൊക്കെ പോയി. അതുവരെ അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ശ്രീലക്ഷ്മി എന്നുണ്ട്, അവളുടെ അനിയത്തിയുടെ ആണെന്ന് പറയുന്നു. എനിക്കിവരൊന്നും പേഴ്സണലി അറിയത്തില്ല അവസാനമായിട്ട്. എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവളുടെ നാത്തൂന് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, ബ്രദറിൻ്റെ ഭാര്യയ്ക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഹിന്ദു കല്യാണത്തിന് പോയിട്ടൊക്കെ വന്നതാണ്, ഞങ്ങൾ പായസമൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അത്രയും സന്തോഷം ആ നിമിഷം വരെ ഉണ്ട്. പിന്നീടാണ് ഈ ഫോൺ ബന്ധങ്ങളെല്ലാം ഇല്ലാതാകുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ ആരെ അറിയിക്കാനാ? അപ്പോൾ ഈ മെസ്സേജ് കാണുന്ന ഒരാൾക്കും തോന്നത്തില്ല ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു. അത് ആ ബോയുടെ കയ്യിലുണ്ട്, ജിത്തുൻ്റെ കയ്യിലുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് വന്ന് കിടന്നുറങ്ങുന്നു, അതിനുശേഷം ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. പിന്നെ അച്ഛൻ എങ്ങനെ അറിയാൻ അവിടെ എന്താ നടക്കുന്നതെന്ന്? അച്ഛനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അച്ഛൻ ഇടപെടുമ്പോൾ അത് സോൾവ് ചെയ്യപ്പെടുന്നു. പിന്നീട് അവൾ സന്തോഷമായിട്ട് വീണ്ടും പെരുമാറുന്നു. അപ്പൊ ഇനി എൻ്റെ മോക്ക് പ്രശ്നമുണ്ടെന്ന് പോയി ആരെങ്കിലും പോയി വിളിച്ചോണ്ട് സെറ്റാക്കി പ്രശ്നം തീർന്നു. അപ്പൊ ഇപ്പൊ ഉണ്ടായ വിഷയം ഇതൊന്നുമല്ല. അവൾക്ക് താങ്ങാനൊക്കാത്ത, ആർക്കും മാനേജ് ചെയ്യാനൊക്കാത്ത, അവളെ നിലതെറ്റിച്ച എന്തോ സബ്ജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണം പയ്യൻ. അതിന് ഈ എന്താ പറയുക, പോലീസൊക്കെ ശക്തമായി ഇടപെട്ട് എന്തെങ്കിലും പോളിമോർഫിങ്ങോ പോളിഗ്രാഫോ എന്തെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി അയാൾ തന്നെ പറഞ്ഞെങ്കിലേ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നോക്കൂ. അത് അയാളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. തീർച്ചയായും അയാൾ ബാധ്യതപ്പെട്ടവനാണല്ലോ. കല്യാണം കഴിച്ചാൽ ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്തവൻ കല്യാണം കഴിക്കാൻ പാടില്ല. ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ ഉത്തരവാദിത്വം കല്യാണം കഴിച്ചവൻ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്താലും ഭർത്താവ് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പോൾ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്കാണ്. ഇതിനകത്ത് സാമ്പത്തികം കുറവുണ്ട്. അങ്ങനെ അവരുടെ പെങ്ങന്മാരെ ജിമ്മിയുടെ പെങ്ങന്മാരെ അയച്ചപ്പോൾ കൊടുത്ത അത്രയും സ്ത്രീധനം ഇവൾ കൊണ്ടുവന്നില്ല. അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചിരുന്നു ഈ കല്യാണം നടക്കുമ്പോൾ, അപ്പം ഇവളങ്ങ് പറയുകയാണ് 200 ബസ്സുള്ള വീട്ടില് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചടി, നമുക്കൊക്കെ അത്രയൊക്കെ വലിയ ആൾക്കാരെ വേണോ? പറഞ്ഞ് ഞങ്ങളുടെ ജാതിയിൽ ആരും ഇല്ല, അതുകൊണ്ട് 10-30,000 പേരൊക്കെ ഉള്ളൂ ഈ നാട്ടിൽ, കേരളത്തിൽ. മീൻസ് കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ആലോചന വന്നാൽ പണമൊന്നും അല്ല നോക്കുന്നത്, ആ ബെറ്റർ ആണെന്ന് തോന്നുന്ന പയ്യനെ കെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ശ്രീധരൻ അവർ ചോദിച്ചില്ലേ? ഇല്ല, അവരൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്.
അപ്പം ഞാൻ ചോദിച്ചു എന്ത് കൊടുക്കും, അപ്പോൾ എന്നാലും എന്തെങ്കിലും ഇല്ലാതൊക്കെ പോയാൽ, അപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ ആചാരം അനുസരിച്ച് 10-20 പവൻ, ഏറ്റവും വലിയ പണക്കാർ പോലും 10-20 പവൻ ഇടും, ചിലപ്പോൾ 2-3 ലക്ഷം രൂപ കയ്യിലെ കാശ് കൊടുക്കും, അത് അവർക്ക് വട്ടച്ചെലവിനോ അങ്ങനെയൊക്കെ കൊടുക്കും, അല്ലാണ്ട് ഈ സ്ത്രീധനം എന്നൊരു ആചാരം ഞങ്ങൾക്കില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. അപ്പോൾ കുട്ടി നല്ല ഫാമിലിയിലേക്ക്, ഇവരും നല്ല കൾച്ചറാണല്ലോ, അങ്ങനെ പോകുന്നു എന്ന് സന്തോഷിച്ചിട്ടാണ്. വന്നല്ലോ, അത്ര നല്ല ആൾക്കാരാണല്ലോ എന്നാണ് ധരിച്ചത്. പിന്നെ ഇവള് ഇങ്ങനെ പണത്തിൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു ദുഃഖമായിട്ടല്ല, അവർ വലിയ പണക്കാരാ, അവർ വല്ല റിച്ചാണ്, മനസ്സിലായില്ലേ? അതായത് ഞാൻ ചോദിച്ചു ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് എറണാകുളത്തിന് പോകുന്ന വഴിക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഇവിടെ വരണ്ട, പിന്നെ ചേച്ചി ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ, ഞാൻ വേണേൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, മുത്തോലി പോയി നിൽക്കാം, അവിടെ വന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവിടെ കോട്ടയം എത്തിക്കഴിഞ്ഞു. അവ പറഞ്ഞു വേണ്ട ചേച്ചി വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താടി? അവരെയൊക്കെ വലിയ വേറൊരു രീതിയാണ്, വലിയ പണക്കാരല്ലയോ. അപ്പം ഞാനപ്പം മനസ്സിലോർത്തു ഇവളെ അതിനകത്തുള്ള ആളല്ലയോ അപ്പം എന്നിങ്ങനെ പണക്കാരിൽ പെട്ട അവൾക്ക് കഴിയാത്തതാണോ അവളെ കൂട്ടാത്തതാണോ എന്നറിയില്ലല്ലോ, ആ ഭാഗം ആക്കിയില്ലെങ്കിലോ. അപ്പം ഞാനേ വിട്ടു. അപ്പം എന്നെ ജിമ്മിക്ക് അറിയാം, ജിമ്മിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ടാണെന്നും തിരുവനന്തപുരത്ത് ഇവള് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്നും അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും പിന്നീട് ജിമ്മിനോട് സംസാരിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷം. അതുപോലെ ഞങ്ങൾ എത്രയോ തവണ ഇങ്ങോട്ട് വിളിച്ചു, അവർ ഞങ്ങളുള്ളപ്പോൾ ഒന്നും വന്നിട്ടില്ല, അല്ലാതെ ഇടയ്ക്ക് ഒരിക്കൽ വന്നിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടേ ഇല്ല ജിമ്മി. നമ്മുടെ കൂട്ടത്തിൽ നല്ലല്ലോ, അവളെ കൊണ്ട് ഒരു യാത്രയും ചെയ്തിട്ടില്ല ഇത്രയും നാളായിട്ട്. ഈ കുട്ടിയെ കൊണ്ട് ഒരു ടൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് കാർ ഓടിച്ച് എറണാകുളം വരെ ഒന്ന് പോകുന്ന പരിപാടി പോലും അവർ ചെയ്തിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാലോ. ഈ കേസ് എടുക്കാനോ ജീവിതത്തിലും ഒരു പെൺകുട്ടിയുമായി ഒന്ന് ചുറ്റി കറങ്ങണമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാമോ അങ്ങനെ പോലും പോയിട്ടില്ല എന്ന് പറയുന്നിടത്ത്. അല്ല, ഇത്രയും അകലത്തിലാണ് ഇതൊന്നും. പിന്നെ എന്ന് പറഞ്ഞാൽ അവളെ ആദ്യം മുതലേ സഹിക്കുകയായിരുന്നു. അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് സഹിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് ഈ ബന്ധം പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവൾ ഈ കാണിച്ചതും പറഞ്ഞതും ഒക്കെ അതായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങളെ സന്തോഷം മുഖത്ത് കാണിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ ഇത്തരം എക്സ്പീരിയൻസിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല, നമുക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കമന്റ് ചെയ്തിരുന്നു, ഷൈനി കാരുണ്യം വഹിക്കുന്നു, പക്ഷേ ജിസ്മോൾ കാരുണ്യം വഹിക്കുന്നില്ല. കാരണം അവൾക്കെല്ലാം നേരിടാൻ അവൾക്ക് ഡിഗ്രി ഉണ്ടായിരുന്നു, അവളുടെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിട്ടും അവള് ചെയ്തപ്പോൾ അവൾ കാരുണ്യം വഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷൈനിയും BSc നഴ്സായിരുന്നല്ലോ. ഷൈനി നഴ്സിംഗ് കഴിഞ്ഞ സ്ത്രീയല്ലേ, അവർക്ക് അവരുടെ പരിസരത്ത് തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല അല്ല, എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പറ്റുന്ന ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു. പക്ഷേ ഈ പ്രായം കൂടി വരുമ്പോൾ, ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്കൊരു ബലക്കുറവുണ്ട് സ്വാഭാവികമായിട്ടും. മക്കളൂടെ വരുമ്പോൾ ഒരു താങ്ങും തണലും ആവശ്യമാണ്. നമ്മൾ 20 വയസ്സിലെ ആരോഗ്യമല്ല 30 വയസ്സിൽ, 30-ലെത്തുമ്പോൾ ഉള്ളതല്ല 40 വയസ്സിൽ. അപ്പോൾ ഇത്രയും വർഷവും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് എല്ലാം സ്വന്തം തോളിലേക്ക് കയറ്റാൻ ഒരു സ്ത്രീക്കും തൻ്റെ ഇടം വരില്ല. അതുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് കേരളത്തിൽ കുറയുന്നത്. മീൻസ് അത്രയും കഴിവുള്ളവർ മാത്രമേ ഡൈവോഴ്സിന് പോകുന്നുള്ളൂ. സഹിക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങ് സഹിക്കുക. കാരണം കറണ്ട് ബില്ലടയ്ക്കണം, ഫോൺ ബില്ലടയ്ക്കണം, വീട്ടുകാരെയും നോക്കണം, കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വേണം, ഭക്ഷണം വേണം, അവർക്ക് കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം. ഇതെല്ലാം ഒറ്റയ്ക്ക് അങ്ങോട്ടൊരു ആൾക്ക് പെട്ടെന്ന് അങ്ങ് താങ്ങാനൊക്കത്തില്ല. അല്ലെങ്കിൽ അതുപോലെ സഹായിക്കാൻ വീട്ടുകാർ വേണം. അപ്പോൾ ഇതില്ലല്ലോ കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, കെട്ടിച്ചു കഴിഞ്ഞാൽ കുറേ പണവും കൊടുത്താൽ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആങ്ങളമാർക്ക് ഭാരമാവും, അല്ലെങ്കിൽ ചേട്ടത്തിമാർക്കോ അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്കൂ, അവിടെ പോയി നിൽക്കാൻ ഒക്കത്തില്ല. സ്വന്തം വീട് ആങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വേലക്കാരിയായിട്ട് കഴിയാനേ ഏത് സ്ത്രീക്കും പറ്റത്തുള്ളൂ, ജോലിയില്ലാത്തൊരു സ്ത്രീക്ക്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പെണ്ണുങ്ങൾ അങ്ങ് സഹിക്കുന്നത്. പിന്നെ അപ്പോൾ ഇവൾക്ക് അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല ജിസ്മോൾക്ക്. അവൾക്ക് അവിടെ വീട് തുറന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ അവൾക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോയേനെ, പോകാൻ പറ്റാതാക്കിയതാണ്. അവൾക്ക് ഓടി അതായത് റീസൺ എനിക്ക് അത്ര അറിയില്ല. എന്തോ വലിയ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഓസ്ട്രേലിയയിലാണ്, ഞാൻ അവളെ വിളിച്ചു. ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു ഞാൻ എറണാകുളത്താണ്. ഞാൻ പറഞ്ഞ കുഞ്ഞെവിടെ?
അല്ല അത് ഞാൻ ചോദിച്ചെങ്കിൽ നീ എവിടെയായിരുന്നു? അപ്പോൾ ഹോസ്റ്റലിലാണ്, ഞാനിവിടെ നിന്ന് സെറ്റ് പഠിക്കുമോ, സെറ്റിൻ്റെ എക്സാമിന് പഠിക്കുക. ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ചോദിച്ചാൽ അപ്പോൾ കുഞ്ഞിനപ്പോൾ കുറച്ച് പ്രായമല്ല, ഒരു മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു കുഞ്ഞ് വീട്ടിലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കൊച്ചു പാല് കുടിക്കുന്ന കൊച്ചിനെ വിട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നു? അപ്പോൾ അവൾ പറഞ്ഞ് അത് അപ്പം കരഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് എനിക്ക് നിൽക്കേണ്ടി വന്നു, ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് എനിക്ക് പഠിക്കണം, എനിക്ക് അങ്ങനെ പോകണം, ഈ പരീക്ഷ എഴുതിയാൽ എനിക്ക് കോളേജ് ലെക്ചറിന് അപേക്ഷിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം ഞാൻ സത്യം പറയണീന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം? അത് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞിനെ അവർ നോക്കുന്നുണ്ട്, അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു, എന്നോട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എന്ത് പറയുന്നു, ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താ? അത് ചേട്ടായി വിളിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു പ്രശ്നം സോൾവ് ആകുമോ? അപ്പോൾ പറഞ്ഞ് കുറച്ച് സമയം എടുക്കും ചേച്ചി, പ്രശ്നം സോൾവ് ആകും. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവളവിടെ വളരെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു ഒരു വിഷയത്തിൽ. എനിക്കതിപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ സബ്ജക്റ്റിൽ അവൾ വളരെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. അതായത് അവളുടെ നാത്തൂമാരിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നുമൊക്കെ വളരെയേറെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവൾ ഹോസ്റ്റലിലേക്ക് മാറിയത്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തവിധം ഇൻസൾട്ട് ചെയ്യപ്പെട്ടിരുന്നു. നിറത്തിൻ്റെ പേരിലായാലും എന്തായാലും. അപ്പം ഇത്രയും അവളൊന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജിമ്മിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട ചേച്ചി, മെല്ലെ ശരിയാവും, അത് മെല്ലെ ശരിയാവും എന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട്, പുള്ളിക്കാരൻ ഫോൺ ചെയ്യുന്നുണ്ട്, മെല്ലെ അത് ശരിയാവും എന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ എന്താ തിരിച്ചെത്തി, ഒരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഞങ്ങളോട് പറയാൻ പറ്റാത്ത, ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസൾട്ട് എന്ന് പറയുമ്പോൾ കരിയറല്ല, അല്ല, അതായത് ഓഫ് ചെയ്യാമെങ്കിൽ ഞാൻ പറയാം. ഇരിക്കാം. കാരണം ഇതൊരു എന്താ പറയുക, എവിഡൻസ് ഇല്ലാത്ത വിധം തേച്ചു മായ്ക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഒരാളും ദൃക്സാക്ഷികളില്ല. ഇവള് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. ആറ്റിലേക്ക് കുഞ്ഞുങ്ങൾ, ഈ 1 വയസ്സും 2 മാസവും പ്രായമുള്ള കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോയി? 4 വയസ്സുള്ള മോളും 1 വയസ്സും 2 മാസവും പ്രായമുള്ള കുട്ടിയായിട്ട് ഇവളെ എങ്ങനെ ബൈക്ക് ഓടിച്ച് പുഴക്കരയിലെത്തുന്നു? ഈ കുഞ്ഞുങ്ങളെ ഈ വേലി തട്ടാതെ ഇവളെങ്ങനെ ഇടുന്നു? രണ്ടാമത്തെ കേസ്, ഈ പോകുന്ന വഴിക്ക് ഒരു വണ്ടികളും എതിരെ വന്നില്ലേ, ആരും കണ്ടില്ലേ? പിന്നെ പിന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ആരും കാണുന്നില്ല. പിന്നെ ആദ്യം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർപ്പിക്ക് കുടിപ്പിച്ചു എന്ന് പറയുന്നു. ആര് കുടിപ്പിച്ചു? ഹാർപ്പിക്ക് കുടിപ്പിക്കാൻ മാത്രം മന്ദബുദ്ധി അല്ല അവള്. കൊടുക്കണമെങ്കിൽ വിഷം കൊടുക്കണ്ടേ? ഹാർപ്പിക്ക് കുടിപ്പിച്ചെന്ത് നേടാനാ? ഹാർപ്പിക്ക് കുടിച്ചിട്ട് കൈ മുറിച്ചെന്ന്. അങ്ങനെ അപ്പോൾ ഒരുപാട് ബ്ലഡ് പോയെന്ന്. കൈ മുറിച്ച ഒരാളെ എങ്ങനെ ബൈക്കിൻ്റെ ഹാൻഡിൽ തിരിച്ച് ഈ 1 മണിക്കോ 8:30-കോ 9 മണിക്കോ കൈ മുറിച്ചെന്നാണ് പറയുന്നത്. ഈ ആളെ എങ്ങനെ 1 മണിക്ക് വണ്ടി ഓടിച്ച് പുഴക്കരയിലെത്തി ഈ കുട്ടികളെയും വലിച്ചെറിഞ്ഞ് ചാടി, അപ്പോഴും ഫോൺ കയ്യിലില്ലാതെ പോവുക, യാതൊരു തെളിവ് അവശേഷിപ്പിക്കാതെ പോവുക. ഈ 8:30-ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിരിക്കട്ടെ, ഈ 1 മണി വരെ ഇത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കുമോ? പുറത്തിറങ്ങി ഓടാൻ ശ്രമിക്കുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അവരാരും വീട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നു. ഒരു നല്ല ചിന്ത ആ സമയത്ത് മനസ്സിൽ വരില്ലേ? നമ്മളൊക്കെ ഇതൊക്കെ പഠിച്ചവരല്ലേ, ഒരു ചിന്തയും മനസ്സിൽ വരത്തില്ലേ? ആരെങ്കിലും ഓർക്കത്തില്ലേ മുഖം? അയ്യോ എനിക്കൊരു ചേച്ചിയുണ്ട്, സ്വന്തം ചേച്ചിയെങ്കിലും, അവരോടെങ്കിലും എനിക്കൊന്ന് പറയണം, അല്ലെ ആ നാട്ടിലാരെങ്കിലും, ആ വഴിയെ പോകുന്ന മനുഷ്യരെങ്കിലും കണ്ടുകൊണ്ട് മനസ്സൊന്ന് മാറത്തില്ലേ? ഈ 8:30 തൊട്ട് ഈ 1 മണി വരെ വീട്ടിൽ കാത്തിരുന്നിട്ട് 1 മണിക്ക് പോയി ചാടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് കണ്ടു, അവളുടെ ബോഡി എടുത്ത ഒരാളിൻ്റെ ഭാര്യ ഇട്ടിരിക്കുകയാണ്, ഇടുപ്പിൻ്റെ 2 ഭാഗത്തും പൊള്ളിയ പോലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മുറിവല്ല, പൊള്ളിയതുപോലുള്ള പാടുകൾ എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ പൊള്ളിയതുള്ള പാടുണ്ടാകണമെങ്കിൽ ആരെങ്കിലും പൊള്ളിച്ചതായിരിക്കാം. ഇടുപ്പിൻ്റെ ഭാഗത്തൊന്നും ഒരു സ്ത്രീയും തന്നെ പൊള്ളിക്കത്തില്ല. അപ്പോൾ അതിന് പൊള്ളാം, 2 ഭാഗത്തും ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിലൊരു ദുരൂഹതയുണ്ട്. അപ്പം അതൊരു വിഷയമാണ്. പിന്നെ ഞാൻ വിഷുവിന് അയച്ചത്, വിഷുവിൻ്റെ അന്ന് രാവിലെ 9:30-ക്ക് ഞാൻ അയച്ച മെസ്സേജ് ഇതിലുണ്ട്. ആ മെസ്സേജ് ഡെലിവർ ആയിട്ടുണ്ട്, പക്ഷെ ഇവൾ കണ്ടിട്ടില്ല. അതുപോലെ അവരെല്ലാം വിളിച്ചിരിക്കുന്നു,
ഫോണിൽ ഇവൾ എടുത്തിട്ടില്ല. അപ്പൊ ഈ 2 ദിവസം ഫോണ് എവിടെയായിരുന്നു? ആരുടെ കയ്യിലായിരുന്നു? ഇവൾ എന്തുകൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്ത് 2 ദിവസം ആത്മഹത്യയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കും ആരെങ്കിലും? അങ്ങനെ മനുഷ്യ മനസ്സങ്ങനെ മാറി മാറി വരുമെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. 1 മിനിറ്റിലുള്ള ചിന്തയല്ല അടുത്തുണ്ട്, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടായി കാണത്തില്ലേ? അത്രയും ഡൗൺ ആയി പോവാന് എന്താ ഹാലൂസിനേറ്റഡ് ആണെന്നോ? എന്താണ് പ്രശ്നം? ആത്മഹത്യ തന്നെ എന്ന് ആയിരിക്കട്ടെ, ഇനിയിപ്പോൾ ആത്മഹത്യയാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങളും സമ്മതിക്കുന്നു. മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമെങ്കിൽ എന്തിനാ? മക്കൾ തീരെ കുഞ്ഞുങ്ങൾ, അവളെ ജീവനാണ് ആ മക്കള്. ആ മൂത്ത മോള് അവള് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അന്നു വിളിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ചു അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് വിറച്ച വിറയില്. ആ കുഞ്ഞിനെ കൊല്ലാൻ അവൾക്ക് തോന്നുന്നു? എനിക്കറിയില്ല, ഞാൻ ഇതിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പം നമുക്കൊക്കെ നല്ലൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും IPS ലെവലിലൊക്കെ ഉള്ള നല്ല കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ടില്ല സ്പോട്ടിൽ നിന്ന് പറയുന്നു. പിന്നെ ഇവള് വണ്ടി ഓടിച്ച് പോയ CCTV-യിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യം ചോദിച്ചത് ഇവള് വണ്ടി ഓടിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നു, CCTV ദൃശ്യങ്ങൾ വല്ലതും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കേട്ട അറിവാണെന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക, ദുരൂഹത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദുരൂഹതയാണ് എൻ്റെയൊക്കെ ഇതില്. പിന്നെ കൈ മുറിഞ്ഞ് രക്തം തളം കെട്ടി കിടന്ന ആള് വണ്ടി ഓടിക്കുക, സ്വബോധത്തിൽ പോവുക, കുഞ്ഞുങ്ങളെ എടുത്ത് വണ്ടിയിലിരുത്ത്, സ്കൂട്ടറിലില്ല. അതൊക്കെ ഞങ്ങൾ ഈ ഫോറൻസിക് മെഡിസിനൊക്കെ പഠിക്കുന്നവരാണല്ലോ. പിന്നെ ബോഡി പൊങ്ങി കിടന്നു എന്ന് പറഞ്ഞു. ബോഡി ഇത്ര പെട്ടെന്ന് പൊങ്ങും? കുഞ്ഞുങ്ങളെ ബോഡി ഒഴുകി വരികയായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, ഇത് കേട്ടതാണ്. അങ്ങനെ ഒഴുകി വരൂ ബോഡി? പൊങ്ങി പൊങ്ങി വന്നോണ്ടിരിക്കുവായിരുന്നോ ഒഴുകി വരുമോ? അതെ, നമുക്കതിന് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നീതി കിട്ടും എന്ന് ഇത്ര പെർസെന്റേജ് വിശ്വാസം? ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നീതി കിട്ടും. സത്യസന്ധമായ അന്വേഷണം നടന്നാൽ നീതി കിട്ടും. ആർക്ക് ഇതിപ്പോൾ ആത്മഹത്യ ആയാലും എന്തായാലും പച്ച പടുക്കനെ ഒരു പെണ്ണ് പോയി മരിച്ച വിഷയമാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമല്ല പറയുന്നത്. 3 ജീവനുകളാണ്, 3 സ്ത്രീ ജീവിതങ്ങൾ. എവിടെയോ എത്തണ്ട, എത്രയോ ഉയരങ്ങളിലെത്തണ്ട, എന്നെപ്പോലുള്ളവർക്ക് ആശ്വാസമായി കൂടെ ഉണ്ടാകേണ്ട എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ്. അപ്പോൾ അവൾക്ക് നീതി കിട്ടിയേ പറ്റൂ. അതിനി പുറകോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൽ അവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത പലരും കാണും. അപ്പം ഞങ്ങളൊന്നും ദിവസവും വിളിച്ചുകൊണ്ടിരുന്നവരും കണ്ടവരുമല്ല. അപ്പോൾ അവരവിടെ ആരെങ്കിലോടും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൂടെ ശക്തമായിട്ട് ഹൈക്കോർട്ടിൽ നിന്നുള്ള സംഘം തന്നെ രൂപീകരിച്ച് പരാതിയായിട്ട് ചീഫ് ജസ്റ്റിസിനെയൊക്കെ പോയി കണ്ട് അവരിൽ നിന്ന് സഹകരണത്തോടെ ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥൻ ഏറ്റവും നല്ല അന്വേഷണം നടത്തി ഇത് തെളിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്റെയും എൻ്റെ ഹസ്ബൻഡിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതുവരെ ഇപ്പം ഈ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്ന ആള് മുന്നോട്ട് വന്ന് ഇത് പറയുന്നു, ഞങ്ങളോട് പറയുന്നു, ഇത്രയും എന്നിട്ട് നിങ്ങളുടെ ഇപ്പൊ ഒരു ചാനലിൽ വന്നു, അത് കഴിഞ്ഞൊരു ശബ്ദ സന്ദേശം വന്നു. ഇതൊക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും പോലീസുകാർ നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞു? വിളിക്കാൻ നിങ്ങൾക്ക് അതിന് മാത്രം സമയം തരണ്ടല്ലോ. നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ അവർ കൊടുത്തു. ഒരു പോലീസുകാരൻ ശരി നിങ്ങളുടെ പിന്നെ ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ കൊണ്ട് മൊഴി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മൊഴി കൊടുക്കില്ലേ? വിളിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ കേസിന്റെ അന്വേഷണം എവിടെ പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനത്തെ കുറിച്ച് കുറച്ചറിയാവുന്ന, നിങ്ങൾ ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ വെളിപ്പെടുത്താത്ത ചില സങ്കടങ്ങൾ അവൾ ഒളിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന, അപ്പോൾ ആ പോലീസിന് അത് അറിയണ്ട, അന്വേഷിക്കണ്ട എന്ന് പറയുമ്പോൾ എന്നാലല്ലേ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യയെ പ്രേരണ നൽകുക. ആ കുറ്റം പോലും ചുമത്താൻ പറ്റാത്ത രീതിയിലല്ല ഇപ്പം കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്കും തോന്നുന്നത്. കൊലപാതകമാണെന്ന് വിട്ടേക്ക്, ആത്മഹത്യയാണെന്ന് നമ്മൾ വെച്ചേക്കും. അപ്പോ ഈ ആത്മഹത്യ പ്രേരണ നൽകിയ കുറ്റം പോലും ഇവന്റെ പേരിൽ ചുമത്താൻ വയ്യ. ഭർത്താവിന്റെ കൂടെ കഴിയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ ചോദ്യം ചെയ്യില്ലെങ്കിൽ, ഭർത്താവിന്റെ അടുത്ത് അതിനെപ്പറ്റി ഇന്ററോഗേഷൻ നടത്താൻ ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് മരവിപ്പിക്കുകയാണ്. ഇപ്പൊ ഭർത്താവിന്റെ കൂടെ, അയാൾ ഗൾഫിലൊന്നും അല്ലല്ലോ, ഒട്ടൊരു കൂടെ ജീവിച്ചിരുന്നവനല്ലേ. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ ജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ പോലീസിനോട് പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെയോ കോൺസ്പിറസി ഉണ്ട്. 7 വർഷത്തിനകത്ത് ന്യൂലി മാരീഡ് ആയി കപ്പിളിന് 7 വർഷത്തിനകത്ത് ഭാര്യ മരണപ്പെട്ട അതിന് പ്രത്യേക വകുപ്പാണ്. ഈ വകുപ്പുകളൊന്നും 6 വർഷമായിട്ടുള്ളൂ. ഇതിനകത്ത് അല്ല, ഇവർ ഇത്രയും ഒരു കേസിന്റെ അന്വേഷണം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരക്കാരിയൊക്കെ ചോദിച്ചു പോയി. ഇതുകൊണ്ട് മാത്രം ഈ കേസിന്റെ അന്വേഷണം എങ്ങോട്ടും എത്തുക? ഇതുവരെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോലില്ല കേസ്.
അപ്പൊ അതിനകത്ത് ഈ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്നത് പറയാമെന്ന് തീരുമാനിച്ചത്. മാത്രമല്ല നിങ്ങളോട് വന്ന് സ്വപ്നത്തിൽ പറയുകയൂടെ ചെയ്യും. വിശ്വസിക്കുന്നു. അതെ. അപ്പൊ ഞാൻ ഈ ഒരാഴ്ച മൊത്തം ഇവളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് നാട്ടിൽ വരുമ്പോൾ വിളിക്കാനുണ്ടായിരുന്നവൾ, എനിക്കൊരു ആവശ്യം വന്ന ഒരു ലീഗൽ കാര്യങ്ങൾ വന്നാൽ ഇത് എങ്ങനെയാ എന്നൊന്ന് ചോദിക്കാനുണ്ടായിരുന്നവൾ. എല്ലാം പോട്ടെ, എൻ്റെ മനസാക്ഷി ഇവൾ എന്നോട് കാര്യമായിട്ടൊന്നും തുറന്നു പറയുന്നില്ല. എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പാണ് അവൾ. എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, ഒരു കാര്യം അറിയാതില്ല. കാരണം ഞങ്ങൾ 2009 തൊട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയതും എൻ്റെ അസുഖ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ നമുക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എന്താ പറയുക, എനിക്കാണ് ശരിക്കും നഷ്ടം വന്നത്, മറ്റാർക്കും അല്ല. അത്രയും വേദനയാണ്. അപ്പം ഈ ഒരാഴ്ച മൊത്തം ഞാൻ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെ ഇവളില്ലാതെ ഇനി ഇതുപോലൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഫ്രണ്ടായിട്ട് വന്നു, അനിയത്തിയെ പോലെ പെരുമാറി. ഞാൻ ആ എറണാകുളത്തെ കഴിയുന്ന സമയത്ത് അവൾ വന്ന് എനിക്ക് ഭക്ഷണവും വെച്ച് തന്ന്, ഞങ്ങൾ ഒരുമിച്ച് കായൽക്കരയിൽ പോയിരുന്നു, ചൂണ്ടയിടുന്നത് നോക്കിയിരുന്നു, മീനും മേടിച്ച് അച്ചപ്പം ഉണ്ടാക്കി തന്ന്, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ച്, എന്നെ കഴിപ്പിച്ച് ചിരിപ്പിച്ച് ബഹളം വെച്ച്. ഇവർ പഠിക്കാൻ പോയിരിക്കുക. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു ഫീലിംഗ് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നേ ഇല്ല. എൻ്റെ അച്ഛൻ വളരെ ക്രിട്ടിക്കലായി കിടക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ വന്ന് നിൽക്കുക, അമ്മയ്ക്ക് അച്ഛനെ നോക്കിയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ സെർവൻസിനെ നോക്കാനായി ഏൽപ്പിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കാരും വേണ്ട, എനിക്ക് ഇവള് മതി എന്ന് പറഞ്ഞ് ഇവള് വന്ന് നിന്നാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. 2014, 15, 16 3 വർഷവും. അപ്പം ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഒരാൾക്കും ആ സ്ഥാനം വരാൻ പറ്റത്തില്ല. അവളുടെ കല്യാണ കാര്യങ്ങളായാലും എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് അവളെ ആദ്യമായിട്ട് അവർ രണ്ടുപേരുടെ സംസാരിക്കാൻ കാറിൽ കയറി പോകുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അന്ന് ഞാനാണ് അവനോട് സംസാരിക്കുന്നത്. അത്രയും ഡീപ്പ് ഒരു റിലേഷനിൽ നിന്ന് അവൾ പോയത്, അതും മക്കളെയും കൊണ്ട്, അതായത് കുഞ്ഞു മക്കളെയും കൊണ്ട്. ആ അന്നുവിൻ്റെ വോയിസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതും വെച്ചുകൊണ്ട് പോവാനും മാത്രം എന്തുണ്ടായി എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എന്ത് പറയാനാ? ആര് ചെയ്താലും ആത്മഹത്യ, പ്രേരണയായാലും കൊലപാതകമായാലും എന്തെല്ലായാലും നമുക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. സത്യം എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എന്തായാലും അവൾക്ക് നീതി കിട്ടണം. അവളൊരു വക്കീലായതുകൊണ്ട് തന്നെ അവൾക്ക് നീതി കിട്ടിയാൽ 100,000 പേർക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.